സൂപ്പർ സ്റ്റാർ വിമൽ കുമാർ. ഇതാണ് പുള്ള വീട്. പുള്ള കൂട്ടത്തിൽ എനിക്കൊന്നൊരു സെൽഫി എടുക്കണം. ഒറ്റ വീക്ക് വെച്ചായിരുന്നു. രാവിലെ നിനക്ക് അപ്പം മുട്ട മേടിച്ചു തന്ന ആരാണ്? സാറ്. എന്റെ അപ്പം മുട്ട നിന്നിട്ട് അവന് സപ്പോർട്ട് പറയുന്നു. ശ്രദ്ധിക്കടാ. സാറിന്റെ കാശും മേടിച്ചിട്ട് സാറിനെതിരെ നിൽക്കുന്നവന്റെ ഫോട്ടോ എടുക്കുന്നോ? നിനക്കറിയാമോ, ഞാനും ഇവനും ഒരേ ടൈമിൽ ഫീൽഡിൽ വന്നതാണ്. ഇവൻ എങ്ങനെയാണ് ഫീൽഡിൽ വന്നത്? ഇവൻ എന്റെ കൂടെ എന്റെ പെട്ടിയും തൂക്കി സെറ്റിൽ വന്നാണ്, ലൊക്കേഷനിൽ വന്നിട്ടുള്ള ആളാണ്. അവനാണ് ഇന്ന് വലിയ സൂപ്പർ സ്റ്റാർ ആയിരിക്കുന്നത്. നിങ്ങൾക്കറിയാവോ, എന്റെ അമ്മ എത്ര പാപ്പവും പാലും വെള്ളം ഇവൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നറിയാമോ? ആ ഒരു നന്ദിയിലിപ്പം എന്റെ 7 പടമാണ് ഇവന്റെ ഫാൻസിനെ വെച്ച് ഇവൻ കൂവി തോപ്പിച്ചത്. മനഃപൂർവ്വം സാറിന്റെ പടം കൂവി തോപ്പിച്ചവനെ നമ്മൾ നശിപ്പിച്ചിരിക്കണം. ഒരു കാരണവശാലും ഇവൻ ഇനി എഴുന്നേൽക്കരുത്. തകർത്ത് തരിപ്പണമാക്കണം. ഇവന്റെ ഒരു പടവും ഇനി വിജയിക്കാൻ പാടില്ല. സാറിന്റെ പുതിയ സബ്ജക്ട് ഏതാണ്? എന്റെ പുതിയ സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ബ്രഹ്മാണ്ഡ ചിത്രമാണ്. ഒരു 200 കോടി ബഡ്ജറ്റിൽ പെടുന്ന ഒരു പടമാണ്. ഇവനെന്ത് ചെയ്യും? ഇവനെ നമ്മൾ തകർത്തില്ലേ, അവൻ എന്റെ പടം തകർക്കും. മനസ്സിലായോ? ഈ സരോജ് കുമാർ സൂപ്പർ സ്റ്റാർ ആയിട്ട് തന്നെ എന്നും ഫീൽഡിൽ ഉണ്ടാവണം. അവന്റെ ആൾക്കാരെ വെച്ച് കൂവിച്ച് സാറിന്റെ പടം പരാജയപ്പെടുത്താൻ അവൻ ശ്രമിക്കും. ഇനി അത് നടക്കരുത്. അതുകൊണ്ട് എന്ത് ചെയ്താലും വേണ്ടില്ല, അവനും പൊങ്ങരുത്. സാറിന്റെ പുതിയ പടത്തിന്റെ എന്താണ് അതിന്റെ ഒരു ഇൻട്രസ്റ്റ് വരുന്ന കാര്യങ്ങൾ പറ. എന്റെ 8ാമത്തെ ചിത്രമാണ് ഇനി റിലീസ് ആകാൻ പോകുന്നത്. ആ പടത്തിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 സ്റ്റണ്ട്, 8 പാട്ട്, 8 നായികമാർ, 8 ട്വിസ്റ്റ്, 8 കഥകൾ. അപ്പൊ 8 നില പൊട്ടും. സാറിന്റെ സമയം വെച്ച് നോക്കുമ്പോ 8 നില പൊട്ടാനുള്ള എല്ലാ സാധ്യതയെ പടത്തിന് കാണുന്നുണ്ട്. അങ്ങനെ പറയരുത്. ഞാൻ എന്ത് വേണേലും ചെയ്യാം. എങ്ങനെയെങ്കിലും നമ്മളെ പടം ഒന്ന് കേറ്റിക്കൊണ്ടുവരണം. സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട. സാറിന്റെ പടം 100 ഓടാനായിട്ട് നമ്മൾ ചെറിയൊരു കൂടോത്രം കൊണ്ട് ചെയ്യുന്നുണ്ട്. ചെയ്യുന്നത് ചെമ്പിലോ തകിടിലോ ഇരുമ്പിലോ ഒന്നും അല്ല, പിന്നെ കോഴി മുട്ടയിലാണ് നമ്മൾ കൂടോത്രം ചെയ്യാൻ പോകുന്നത്. കോഴിമുട്ടയിലൊക്കെ ചെയ്താൽ പിടിക്കും. നമുക്കൊരു കാര്യം ചെയ്താൽ ബസ്മതി ചെയ്താലോ? സാറേ, ബസ്മതി ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹോമിയോപ്പതി പോലെയാ, പയ്യെ പിടിക്കുള്ളൂ. പക്ഷെ കോഴിമുട്ട ചെയ്ത് കഴിഞ്ഞാൽ അലോപ്പതി പോലെയോ ഒറ്റയടിക്കൊക്കെ കയറി.